ഹലോ, ചങ്ങാതിക്കൂട്ടം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ കുട്ടികൾക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. രാവിലെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് പത്തിരിയാണ്. പത്തിരിയുടെ പൊടി നനച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് വയ്ക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം തിളക്കട്ടെ. കണ്ണമോനും കിച്ചുമോനും ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ പത്തിരി. അപ്പോൾ രാവിലെ ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാട്ടോ അത് ഉണ്ടാക്കാത്തത്. സ്കൂളില്ലാത്ത ദിവസം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ശനിയാഴ്ച പിന്നെ ഒരു 7:45 8 മണിയൊക്കെ ആകുമ്പോഴേ ട്യൂഷൻ ഉണ്ടാവാറ്. അപ്പോൾ പിന്നെ കുറച്ച് ടൈം ഉണ്ടല്ലോ. മറ്റത് 7:15 ആകുമ്പോഴേക്കും പോവണ്ടേ. അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. ചില ദിവസങ്ങളേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ഞാൻ പത്തിരിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഇതൊന്ന് വേവണം. എന്നിട്ട് ആ ചൂടോടി തന്നെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല പത്തിരി നല്ല മയത്തിൽ കിട്ടുള്ളൂ കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ ഈ കുഴച്ചുണ്ടാക്കി പരത്തി ചുട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് ടൈമാവും. പിന്നെ അതിലുള്ള കറി ഉണ്ടാക്കലും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ എനിക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കാത്തത്. അപ്പോൾ അതിന് കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ എന്നിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ കുറേശ്ശെ കുഴച്ചിട്ട് എടുക്കണം. പത്തിരി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ പത്തിരി ഇഷ്ടമുള്ളവരൊന്നും കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂട് കാരണം കൈ കൊണ്ട് കുഴയ്ക്കാനും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പത്തിരിക്ക് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി ചതച്ചത് ഞാനിതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഇനി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ചേർക്കണം. തക്കാളി ഒന്ന് മൂത്ത് വരുമ്പോൾ മസാലകൾ ഇട്ട് കൊടുക്കണം. പിന്നെ ലേശം നാളികേരം ചിരകി അരച്ചെടുക്കണം. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. സവോള വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതാ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചാറ് വേണം കേട്ടോ കറിക്ക്. അപ്പോൾ അതിനായിട്ടാണ് കേട്ടോ ഞാൻ നാളികേരം അരച്ച് ചേർക്കണം. അതൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കൈ വെച്ചൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അരിപ്പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ പരത്തി എടുത്തതിന് ശേഷം ഞാനിത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഷേപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇതായിട്ട് വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുട്ടികൾക്കുള്ളത് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ അവർ പോയിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർക്കൊരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ അവർ കുളിക്കാനായിട്ട് പോയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുളിച്ച് വരുമ്പോഴേക്കും അതൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇരുന്ന് സമാധാനത്തിൽ കഴിച്ചിട്ട് പോവാം. അപ്പോൾ അതിനായിട്ടാണ് നേരത്തെ നിശ്ചിത്. ചില ദിവസം അവർക്ക് കഴിക്കാനും നേരം കിട്ടില്ല കേട്ടോ. ഒരെണ്ണയൊക്കെ കഴിച്ചിട്ട് ഒറ്റ ഓട്ടാണേ. ഇന്ന് പൊന്നൂസ് നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന്മാർ പോണത് കാണാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കിച്ചുമോൻ പോവുകയാണ് കേട്ടോ സൈക്കിളിൽ. കണ്ണമ്മോൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടില്ല. അപ്പം കുറച്ച് നേരം കാത്തു നിന്നു. അപ്പം പിന്നെ സമയമായി എന്ന് പറഞ്ഞിട്ട് അവനും പോവുക കേട്ടോ ചെയ്തത്. അപ്പോൾ കണ്ണമ്മോനും കിച്ചുമോനും പോയി. പാല് മതിലിൻ്റെ മുകളിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസ് അത് എനിക്ക് എടുത്തു കൊണ്ടുവന്ന് തന്നു കേട്ടോ. പിന്നെ കുട്ടികൾ പോയപ്പോൾ ഞാനിതാ ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. അരി അടുപ്പത്തിടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരി പരത്താനായിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ പിന്നെ ഇത് ആവും ചെയ്യും, പത്തിരിയുടെ പണി കഴിയും ചെയ്യുമല്ലോ. അപ്പോൾ ആ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അരി എടുത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവസാനം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ അരി അടുപ്പത്ത് ഇടുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറിൽ വെള്ളം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊഴിക്കുക, അല്ലെങ്കിൽ പൊന്നൂസിന് കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിനായിട്ട് അതിന് മേലെ വെള്ളവും വെച്ചിട്ടുണ്ട്. പത്തിരിയൊക്കെ പരത്തി ചുട്ടെടുത്തതിന് ശേഷം ഞാനിതാ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഏട്ടൻ നേരത്തെ കഴിച്ചിട്ട് പോയിട്ട് അന്ന് ഏട്ടന് പുറത്താണ് വർക്ക്. അപ്പോൾ അത് കാരണം നേരത്തെ കഴിച്ചു. അപ്പോൾ 2 പത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടക്കറി എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു ഗ്ലാസ്സിലാണ് ചായ എടുത്തിരിക്കുന്നത് കേട്ടോ. അന്ന് തോനെ ചായ കുടിക്കാനായിട്ട് തോന്നി. അപ്പോൾ വലിയ ഗ്ലാസ്സിൽ ജ്യൂസ് ഗ്ലാസ്സാണ്. അപ്പോൾ അതിൽ ഒരു 3/4 ഗ്ലാസ് ചായ എടുത്തു കേട്ടോ. ഇന്ന് ചായ ഒന്നും രാവിലെ കുടിച്ചിട്ടില്ല. രാവിലെ അങ്ങനെ കുടിക്കലൊന്നുമില്ല. നമ്മൾ കഴിക്കണ നേരത്തെ തന്നെ ചായ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് തോന്നിയപ്പോൾ ഗ്ലാസ് ചായ എടുത്തു. അപ്പോൾ പത്തിരിയൊക്കെ കഴിച്ചു. പൊന്നൂസ് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നു സ്കൂളില്ലാത്ത ദിവസം ഞാനും പൊന്നൂസും ഒരുമിച്ചിരുന്നിട്ടാട്ടോ കഴിക്കാം. അമ്മയ്ക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ നേരം വൈകും നീക്കാനായിട്ട്. അപ്പോൾ അമ്മയ്ക്കും കഴിക്കാനായിട്ട് കൊടുത്തിട്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരുന്നത്. ഇന്നലെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളൊരു ചെറിയൊരു കഷ്ണം ഉണ്ണിപ്പിണ്ടി കൊടുന്ന് തന്നതാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ അമ്മേനായിട്ട് കോയമ്പത്തൂർക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അവിടെ കൊടുന്നാക്കിയതാട്ടോ. അമ്മണിക്കുട്ടി പിന്നെ നിൽക്കില്ല. രാത്രി ആയി കഴിഞ്ഞാൽ അവളെന്നെ വേണം. അപ്പോൾ പിന്നെ കരച്ചിലാവിച്ചിട്ട് അവൾ ഇവിടെ നിന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കണ്ണിൽ
വേദനയും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുത്തിയിട്ട് അപ്പോൾ കണ്ണിൽ ബ്ലീഡിങ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതിന് ഗ്ലിസറിൻ അടിക്കണം, എന്നിട്ട് ഇനി ഓപ്പറേഷത്തിൻ്റെ കാര്യം പറയാമെന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ കോയമ്പത്തൂർ അരവിന്ദയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവളും എൻ്റെ ആങ്ങളെയും കൂടിയിട്ടാട്ടാ പോയത്, വല്യമ്മയുടെ മകനും കൂടിയിട്ടാണ് പോയത്. 20-ാം തീയതി 8 ഡോക്ടറെ കാണിക്കേണ്ട ദിവസം. അന്ന് ഗ്ലിസറിൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണത്. അപ്പോൾ അന്ന് പോകണം ഡോക്ടറെ അടുത്തേക്ക്. അപ്പോൾ ഞാനിതാ ഉണ്ണിപ്പിണ്ടി ഇങ്ങനെ നുറുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് പയറിട്ടിട്ട് വയ്ക്കാം, മുതിരയില്ല അപ്പോൾ പയറിട്ടിട്ട് വയ്ക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നുറുക്കിയെടുക്കട്ടെ. ഉണ്ണിപ്പിണ്ടിയൊക്കെ നുറുക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അതിന് നാര് കളഞ്ഞെടുക്കണം. അപ്പോൾ അത് വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോഴേക്കും ഞാനിതാ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ അത് നന്നാക്കി എടുക്കണം. ചെറിയ മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നാക്കി എടുക്കട്ടെ. മത്തി നന്നാക്കി എടുത്തതിന് ശേഷം ഇതാ കുരുമുളക് പൊട്ടിക്കാനായിട്ട് പോയി കേട്ടോ. ഏട്ടൻ കുറേ ദിവസമായി പറയണു മത്തി കുരുമുളക് അരച്ച് വെക്കണമെന്ന്, പച്ചക്കുരുമുളക് അരച്ചിട്ട് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് കുരുമുളക് ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മേടിച്ച് തന്നിട്ടാ കുറ്റി കുരുമുളകും ഇത് വള്ളിക്കുരുമുളകും കൂടി ഇട്ട്. അതിൽ ഇത് മാത്രമായിട്ട് അങ്ങനെ പിടിച്ചുള്ളൂ, മറ്റൊന്നും പിടിച്ചില്ല, ഒക്കെ പോയി. അപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പച്ചക്കുരുമുളക്. ഇനി ഇത് അരച്ചിട്ട് നമുക്ക് കറി വയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ പച്ചക്കുരുമുളക് അരച്ച് കറി വയ്ക്കുന്നത്. അതെങ്ങനെ ശരിയാവുമെന്ന് അറിയില്ല. പച്ചക്കുരുമുളക് ഇതാ അങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന്. എന്നിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. മത്തി നന്നായി കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ കുരുമുളക്, പച്ചക്കുരുമുളക്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനുള്ള 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് വാളൻപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതിൽ പിഴിഞ്ഞിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പുളിവെള്ളം ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ, നല്ല ചാറ് പോലെയല്ല, ഒന്ന് കുറുകിയ ടൈപ്പിലാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് കുറുകി വരട്ടെ. ഉണ്ണിപ്പിണ്ടി ഉപ്പേരി വയ്ക്കാനായിട്ട് ഇതാ പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. രസം വയ്ക്കാനായിട്ട് ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചു, അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി വട്ടനരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഈ പച്ചക്കുരുമുളക് ഇട്ടിട്ട് വയ്ക്കണ മത്തിക്കറി ഉണ്ടല്ലോ, അത് കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ രസം വയ്ക്കുന്നത്. രസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണനും കിച്ചുമോനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം വെച്ചതാണ്. പിന്നെ അമ്മയ്ക്കും രസം മതി കേട്ടോ. അപ്പോൾ അതിനായിട്ടാട്ടോ രസം വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം പോകുമ്പോൾ നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാത്രമായിട്ടാ കുട്ടികൾ മീൻ വെച്ച് കഴിക്കുള്ളൂ കേട്ടോ. പൊരിച്ചു കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും, അല്ലെങ്കിൽ അവർക്ക് രസമോ മോര് കാച്ചിയതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി കേട്ടോ. മീൻ കറിയോടൊന്നും അവർക്ക് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കിച്ചുമോൻ എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, കറിവേപ്പിൻ്റെ ഇല കൂടി ഒന്ന് ചതച്ചെടുക്കണതും കൂടി അരിക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ രസം ആയിട്ടുണ്ട്. പയർ ഞാനിതാ പകുതി വേവായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിപ്പിണ്ടി കഴുകി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ മത്തി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അടച്ച് വയ്ക്കാം, കഴിക്കാറാകുമ്പോൾ എടുക്കാം കേട്ടോ. ഇന്നലെ ഏട്ടൻ പൊരിച്ചെടുക്കാനായിട്ട് ഇതാ പട്ടത്തിമീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതിന് പട്ടത്തി എന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കണം പൊരിച്ചെടുക്കാനായിട്ട്. വറവിട്ടെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ചതച്ചെടുത്തിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉണ്ണിപ്പിണ്ടിയും പയറും കൂടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ട്യൂഷൻ വിട്ട് വരാറായി. അപ്പോഴേക്കും വേഗം ഇതാക്കി വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനിതാ പാത്രത്തിലേക്ക് ആക്കണതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഉപ്പേരിയാണേ. മീനൊക്കെ ഇതാ പൊരിച്ചെടുത്തോട്ടെ വേഗം. കുട്ടികൾ ട്യൂഷൻ വിട്ട് വരുമ്പോഴേക്കും വേഗം ഒക്കെ ആവണ്ടേ. അപ്പോൾ അതിനായിട്ട് വേഗം ചെയ്തു. അപ്പോൾ കണ്ണമ്മോൻ കഴിച്ചു കേട്ടോ. കണ്ണമ്മോൻ രസവും ഉപ്പേരിയും മീൻ പൊരിച്ചതും കൂട്ടിയിട്ട് അവൻ കഴിച്ചു കേട്ടോ. അപ്പോൾ കിച്ചുമോന് ഞാനിതാ മത്തി കുരുമുളക് ഇട്ട് വെച്ചില്ലേ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ അവൻ കഴിക്കാനായിട്ട് ഇരിക്കണുണ്ട്. പിന്നെ ഏട്ടനും കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഏട്ടനൊക്കെ കഴിച്ച് പോയിട്ടോ. അതിന് ശേഷം ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നത്. പിന്നെ ഉപ്പേരി എടുത്തിട്ടുണ്ട്, മീൻ പൊരിച്ചതുണ്ട്,
നമ്മുടെ മത്തി കുരുമുളക് ഇട്ട് വെച്ചതും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതാ കഴിക്കണം കേട്ടോ. പൊന്നൂസും കഴിച്ചു കേട്ടോ. ഞാൻ അമ്മയ്ക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് കുളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളമൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരം വൈകിയതാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഞാനിതാ കഴിക്കണേ. അമ്മ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പൊന്നൂസ് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. കൊച്ചു ടി വി വെച്ചിട്ട് അതിരുന്ന് കാണുകയാണ് അവൾ. അപ്പോൾ അത് കഴിക്കട്ടെ. ഞങ്ങൾക്ക് കഴിച്ചതിന് ശേഷം സോഫയിൽ അങ്ങനെ പോയി കിടന്നു കേട്ടോ. പൊന്നൂസ് അടുത്ത് വന്ന് കിടന്നപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ കിടന്നൊന്ന് ഉറങ്ങിയിട്ട് പിന്നെ അതാ ചായ കുടിക്കണം നേരമായി. വർക്ക്ഷോപ്പിൽ പണിക്കാരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ചായ വെക്കണം. അപ്പോൾ അതാ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. ഇന്ന് അവിടെ അങ്ങനെ കിടന്ന് ഭയങ്കര ക്ഷീണം. അപ്പം അങ്ങനെ കിടന്നപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് അപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് പാൽ ചായയാണ് അമ്മ കുടിക്കുക. അപ്പോൾ ചായ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കണം. എന്നിട്ട് അവർക്ക് ചായ കൊടുക്കണം കേട്ടോ. പിന്നെ ഞങ്ങളിതാ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ കിച്ചുമോൻ പഴംപൊരിയും പരിപ്പുവടയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാനിതൊരു പരിപ്പുവട എടുത്ത് കഴിച്ചു കേട്ടോ. എനിക്ക് പരിപ്പുവട നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല പരിപ്പുവടയാണ്. അപ്പോൾ അതിനൊരു പരിപ്പുവട എടുത്ത് കഴിച്ചു. ചായയുടെ കൂടെ പരിപ്പുവട കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അതിനുശേഷം തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തുടച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട്. അതിന് പിന്നെ തിരുമ്പാനുണ്ട് കേട്ടോ. തുണി കഴുകാനൊക്കെ ഉണ്ട്. അതിനുശേഷം അതിനൊക്കെ പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ.